നെതന്യാഹുവിനെതിരായ 3 കേസുകളിൽ 2 എണ്ണത്തിന് കൃത്യമായ രീതിയിൽ അതിന്റെ പ്രധാനപ്പെട്ട വിചാരണകളെല്ലാം കഴിഞ്ഞു. കൃത്യമായ രീതിയിൽ തെളിവും സാക്ഷിയുമുള്ള കുറ്റപത്രങ്ങളാണ്. അത് 10 വർഷം വരെ ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യങ്ങളാണ്. അത് ഈ യുദ്ധം അവസാനിച്ചാൽ നിശ്ചയമായും നെതന്യാഹുവിനെ രക്ഷിക്കാൻ കഴിയില്ല. കാരണം അവിടുത്തെ ആഭ്യന്തര നിയമ സംവിധാനം അങ്ങനെയാണ്. അതുകൊണ്ട് ഇനി അമേരിക്ക വിചാരിച്ചാലും അമേരിക്കൻ ഇന്റലിജൻസ് വിചാരിച്ചു കഴിഞ്ഞാലും നെതന്യാഹു എന്ന് പറയുന്ന വ്യക്തി രക്ഷപ്പെടില്ല. അതിനുള്ള ഏക പോംവഴി എന്ന് പറയുന്നത് ഈ യുദ്ധം കഴിയുന്നിടത്തോളം നീട്ടിക്കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമാണ്. കാരണം ഒരു ആഭ്യന്തര പ്രശ്നത്തിനെ എപ്പോഴും ഒരു അന്താരാഷ്ട്ര വിഷയം കൊണ്ട് തടുക്കാൻ കഴിയുമല്ലോ. അതുകൊണ്ട് നെതന്യാഹു എന്ന് പറയുന്ന വ്യക്തി രക്ഷപ്പെടില്ല. അത് അവരുടെ ആഭ്യന്തര നിയമ സംവിധാനം അങ്ങനെയാണ്, കോടതി സംവിധാനങ്ങൾ അങ്ങനെയാണ്. പക്ഷേ ഇതിനകത്തുള്ളൊരു ഇപ്പോ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ലോകം മുഴുവൻ ആണവ നിർവ്യാപനത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോ ആണവ വ്യാപനത്തിനുള്ള ഒരു സാധ്യത, ഒരു 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 ആണവായുധം കയ്യിലുണ്ടെങ്കിൽ രക്ഷയുള്ളൂ എന്ന സ്ഥാനത്തേക്ക് ലോകരാജ്യങ്ങളെ ചിന്തിപ്പിക്കുവാൻ ഇത് പ്രേരിപ്പിച്ചിരിക്കുന്നു. ഇപ്പോ സാധാരണ എല്ലാവരും പറയുന്നത് പോലെ നോർത്ത് കൊറിയ എന്തുകൊണ്ടാണ് ആക്രമിക്കാത്തത്, ഇറാൻ എന്തുകൊണ്ടാണ് ആക്രമിക്കുന്നത്? അപ്പൊ ആ നിലയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഓരോ രാജ്യങ്ങൾക്കും ധാരാളം ആണവായുധങ്ങൾ സംഭരിച്ചു വെച്ചിരിക്കുന്ന രാജ്യങ്ങളാണ് ഇപ്പോൾ ലോകത്തെ ആക്രമിച്ചു. കഴിഞ്ഞ 25 വർഷത്തെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ യുദ്ധം നടത്തിയിട്ടുള്ളത് അമേരിക്കയാണ്. ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നിട്ടുള്ളത് നേറ്റോയാണ്. അത് നയിക്കുന്ന അമേരിക്കയാണ്. ആ നിലയിൽ നോക്കിയാൽ ഇവരുടെ കയ്യിലെല്ലാം ആവശ്യത്തിലധികം ആണവായുധങ്ങളുണ്ട്. ഈ ഇസ്രയേലിന്റെ കയ്യിൽ ആവശ്യത്തിലധികം ആണവായുധങ്ങളുണ്ട്. അവർ സമ്മതിച്ചിട്ടില്ലെങ്കിലും അവർ അവരുടെ ആണവ പ്ലാന്റിനെ IAEA കൊണ്ട് നിരീക്ഷണത്തിന് അനുവദിച്ചിട്ടില്ല. അപ്പോ അവരോട് ഏറ്റുമുട്ടണമെങ്കിൽ അവരുടെ മുമ്പിൽ നിലനിൽക്കണമെങ്കിൽ തന്നെയും ആണവായുധം വേണമെന്നുള്ള ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ തെറ്റ് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ആണവ നിർവ്യാപനം ലോകമാകെ ചിന്തിക്കുമ്പോഴും ആണവ വ്യാപനം നിലനിൽപ്പിന് ആവശ്യമാണെന്നുള്ള ഒരു നിലയിലേക്കാണ് ലോകരാജ്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇസ്രയേലാണ്. അതിനകത്ത് എനിക്ക് ശ്രീ PM നാരായണൻ പറഞ്ഞതിനോടുള്ള ഒരു വിയോജിപ്പ് ഞാൻ ഇതിന് എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്. ഇത് അമേരിക്ക നടത്തുന്ന യുദ്ധമല്ല, ഇത് ഇസ്രയേൽ തന്നെ നടത്തുന്ന യുദ്ധമാണ്. അവരുടെ പിന്നാലെയാണ് അമേരിക്ക വരുന്നത്. അതിനപ്പുറത്തോട്ട് പോകാനോ ഇപ്പുറത്തോട്ട് പോകാനോ അമേരിക്ക കഴിയില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം.